സമ്മർ സീസണിൽ നമുക്ക് സംസാരിക്കാൻ കഴിയുന്ന കുറച്ച് സെന്റൻസുകൾ ഞാനിവിടെ ബോർഡിൽ എഴുതിയിട്ടിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ എഴുതി വെക്കോ, അല്ലെങ്കിൽ ഞാൻ പറയുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ പറഞ്ഞ് പഠിക്കുകയോ ചെയ്യണം കേട്ടോ. ഇറ്റ്സ് സ്കോഷിംഗ് ടുഡേ isn't it? ഇന്ന് സ്കോഷിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സ്കോഷിംഗ് ടുഡേ isn't it? ഭയങ്കര ചൂടാണെന്ന് നമ്മൾ പറയില്ലേ, അതാണ് isn't it അല്ലേ. ഇന്ന് ഭയങ്കര ചൂടാണല്ലേ, എങ്ങനെ പറയാ? വായിക്കൂ നിങ്ങൾ. ടുഡേ സെന്റിഗ്രേഡ്, ഇന്ന് ഭയങ്കര ചൂടാണ് അല്ലേ. അപ്പൊ അടുത്ത കേൾക്കുന്ന ആള് പറയാ യാ അതെ, ഐ ക്യാൻ ഫീൽ ദ ഹീറ്റ് റേഡിയേറ്റിംഗ് ഓഫ് ദ പവ്മെന്റ്. പവ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നിലത്തുനിന്ന് പോലും എനിക്ക് ആ ചൂട് അനുഭവിക്കാൻ കഴിയുന്നു എന്ന് പറയും അല്ലെ. ഇപ്പൊ നമ്മുടെ കേരളത്തിന്റെയൊക്കെ അവസ്ഥ അങ്ങനെയാണ്. ഐ ക്യാൻ ഫീൽ ദ ഹീറ്റ് റേഡിയേറ്റിംഗ് ഓഫ് ദ പെർമെന്റിന്റെ തറ അല്ലെങ്കിൽ നിലം, അങ്ങനെയൊരു ഇതാണ് ഉള്ളത്. ഐ ക്യാൻ ഫീൽ ദ ഹീറ്റ് റേഡിയേറ്റിംഗ് ഓഫ് ദ പെർമെന്റ്. നിങ്ങൾ എൻ്റെ ഒപ്പം പറയും, റേഡിയേറ്റിംഗ് ഓഫ് ദ പെർമെന്റ്. ഐ ക്യാൻ ഫീൽ, എനിക്കത് ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഐ ക്യാൻ ഫീൽ ദ ഹീറ്റ് റേഡിയേറ്റിംഗ് ഓഫ് ദ പെർമെന്റ്. തറയിൽ നിന്ന് പോലും എനിക്ക് ചൂടാണ്. ഐ എം ക്രാവിംഗ് സം ഐസ് കോൾഡ് ലെമണേഡ്. എന്താണ്? നാരങ്ങ വെള്ളത്തിന് പറയുന്ന പേരാണ് കേട്ടോ. ഇതൊക്കെ നിങ്ങൾ ഇനി കാണാതെ പഠിച്ചോളൂ. ഐ എം ക്രാവിംഗ് സം ഐസ് കോൾഡ് ലെമണേഡ്. നല്ലോണം തണുത്ത ഐസൊക്കെ ഇട്ട നല്ലോണം തണുത്ത നാരങ്ങ വെള്ളം കുടിക്കാൻ എനിക്ക് തോന്നുകയാണ്. ഐ എം ക്രാവിംഗ്, എനിക്ക് തോന്നുകയാണ് എന്ത്? സം ഐസ് കോൾഡ് ലെമണേഡ്. ലെമണേഡ് എന്ന് പറഞ്ഞാൽ നാരങ്ങ വെള്ളം. നിങ്ങൾ അറിയത്തില്ലാത്ത വാക്കുകൾ ഉണ്ടെങ്കിൽ എഴുതി വെച്ചോളൂ കേട്ടോ. ഐ എം ക്രാവിംഗ് സം ഐസ് കോൾഡ് ലെമണേഡ്. അപ്പൊ അത് കേട്ടോണ്ടിരിക്കുന്ന അടുത്ത ആള് പറയണം മീ ടു. എനിക്കും തോന്നുകയാണ്. മീ ടു, എനിക്കും. എന്ത്? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ലെറ്റ്സ് ബൈ സം ഫ്രം ദ ഷോപ്പ്. അല്ലെങ്കിൽ നമുക്ക് ഈ ഷോപ്പിനെ മാറ്റി ഫ്രം ദാറ്റ് ജ്യൂസ് ഷോപ്പ്. ആ ജ്യൂസ് ഷോപ്പിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാം. എങ്ങനെ പറയാ? ലെറ്റ്സ് ബൈ സം ഫ്രം ദാറ്റ് ജ്യൂസ് ഷോപ്പ്. ആ ജ്യൂസ് ഷോപ്പിൽ നിന്ന് നമുക്ക് കുറച്ച് വാങ്ങിക്കാം. മീ ടു, എനിക്കും. ലെറ്റ്സ് ബൈ സം ഫ്രം ദാറ്റ് ജ്യൂസ് ഷോപ്പ്. ഇങ്ങനെ ഞാൻ ബോർഡിൽ എഴുതിയിടുമ്പോൾ നിങ്ങൾക്കത് എളുപ്പം ഉണ്ടാവും വായിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ ബോർഡിൽ എഴുതിയത്. കഴിഞ്ഞ ദിവസം ഒരാൾ കമന്റ് ബോക്സ് കണ്ടില്ല, ഒന്ന് ബോർഡിൽ എഴുതി കാണിക്കാവും. അതുകൊണ്ടാണ് ഞാൻ ബോർഡിൽ എഴുതിയത്. അടുത്തൊരു സെന്റൻസ് അടുത്ത ആള് പറയാണ്, ഡോണ്ട് ഫോർഗെറ്റ് ടു പുട്ട് ഓൺ സൺസ്ക്രീൻ ബിഫോർ ഗോയിങ് ഔട്ട്. ഡോണ്ട് ഫോർഗെറ്റ്, മറന്നു പോകരുത്. എന്തിന്? ടു പുട്ട് ഓൺ സൺസ്ക്രീൻ ബിഫോർ ഗോയിങ് ഔട്ട്. സൺസ്ക്രീൻ പുട്ട് ഓൺ ഗോയിങ് ഔട്ട്. നിങ്ങൾ ആരും അത് മറന്നു പോയില്ല. സൺസ്ക്രീൻ തേക്കണം. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് അത്ര ബ്യൂട്ടി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അറിയില്ല. ഞാൻ തേക്കുന്നത് 50+ ഉള്ള സൺസ്ക്രീൻ ആണ്. അങ്ങനെ നിങ്ങൾ തേക്കുക. ഞങ്ങളുടെ ഭയങ്കര ചൂടാണ് കേട്ടോ. ഡോണ്ട് ഫോർഗെറ്റ് ടു പുട്ട് ഓൺ സൺസ്ക്രീൻ ബിഫോർ ഗോയിങ് ഔട്ട്. പുറത്ത് പോകുന്നതിന് മുമ്പ് സൺസ്ക്രീൻ ഉപയോഗിക്കാൻ മറന്നു പോകരുത്. ഡോണ്ട് ഫോർഗെറ്റ് ടു പുട്ട് ഓൺ സൺസ്ക്രീൻ, മറന്നു പോകരുത്. അപ്പൊ അത് കേട്ട ആള് പറയാണ് താങ്ക്സ് ഫോർ റിമൈൻഡിങ് മീ. എന്നെ ഓർമ്മിപ്പിച്ചതിന് നന്ദി. നമ്മൾ ക്രീം മാത്രമേ ഇട്ടിട്ടുള്ളൂ, സൺസ്ക്രീൻ ഇട്ടില്ലെങ്കിൽ സമ്മർ സീസണിൽ നമ്മുടെ സ്കിന്ന് സൂക്ഷിക്കുക. അതുകൊണ്ട് താങ്ക്സ് ഫോർ റിമൈൻഡിങ് മീ, എന്നെ ഓർമ്മിപ്പിച്ചതിന് നന്ദി. ഐ എം സോ ടേസ്റ്റി, ഭയങ്കരമായിട്ട് ദാഹിക്കുകയാണ്. ഐ കുഡ് ഡ്രിങ്ക് സം വാട്ടർ. കുറച്ച് വെള്ളം കുടിക്കാൻ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. ഐ സോ ടേസ്റ്റി, ഐ സോ ടേസ്റ്റി, ഐ കുഡ് ഡ്രിങ്ക് സം വാട്ടർ. അപ്പൊ ആള് പറയണ ഹിയർ ഹാവ് സം ഓഫ് മൈൻ. എൻ്റെ എന്നുള്ളതിനകത്തുനിന്ന് കുറച്ച് കുടിച്ചോ. ഹാവ് സം ഓഫ് മൈൻ. മൈനൊക്കെ എന്താണ്? ഞാൻ അതിന്റെ ക്ലാസ് എടുത്തിട്ടുണ്ട്. പോസിബിൾ ആണെങ്കിൽ ഞാൻ ഒന്ന് സെർച്ച് ചെയ്തിട്ട് അതിന്റെ ലിങ്ക് ഇവിടെ കൊടുക്കാം കേട്ടോ. മൈൻ. ഹിയർ ഹാവ് സം ഓഫ് മൈൻ. ഹാവ് സം ഓഫ് മൈൻ. അപ്പോ ബാക്കി നിങ്ങൾക്ക് കാണത്തില്ല, അത് ഞാൻ മുകളിലിടാം. അപ്പൊ ഇതുവരെ നമ്മൾ എഴുതിയതൊന്ന് വായിക്കൂ. നിങ്ങൾ എൻ്റെ ഒപ്പം വായിക്കൂ. ഇറ്റ്സ് ക്രോഷിംഗ് ടുഡേ isn't it? ഭയങ്കരമായി ചൂടായിന്ന്, പൊള്ളുന്ന ചൂടായിന്ന്. ഈ ചൂടിനെ വിശേഷിപ്പിക്കാൻ പല വാക്കുകളും ഉണ്ട് കേട്ടോ. ഇനി ഐ ക്യാൻ ഫീൽ ദ ഹീറ്റ് റേഡിയേറ്റിംഗ് ഓഫ് ദ പെർമെന്റ്. ഐ ക്യാൻ ഫീൽ ദ ഹീറ്റ് റേഡിയേറ്റിംഗ് ഓഫ് ദ പെർമെന്റ്. ഐ എം കാവിംഗ് സം ഐസ് കോൾഡ് ലെമണേഡ്. I'm carving some ice cold lemonade. Me too. Let's buy some from that juice shop. Let's buy some from that juice shop. Don't forget to put on sunscreen before going out.
ഡോണ്ട് ഫോർഗെറ്റ്. ഇപ്പോഴും ഞാൻ സൺസ്ക്രീൻ ഇട്ടിരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ സൺസ്ക്രീൻ എപ്പോഴും ഉപയോഗിക്കുക കേട്ടോ. ഡോണ്ട് ഫോർഗെറ്റ് ടു പുട്ട് ഓൺ സൺസ്ക്രീൻ ബിഫോർ ഗോയിങ് ഔട്ട്. താങ്ക്സ്. നന്ദി പറയുക. എന്തിനാ? ഫോർ റിമൈൻഡിങ് മീ, ഓർമ്മിപ്പിച്ചതിന്. പിന്നെന്താണ്? ഐ എം സോ ടേസ്റ്റി, ഐ കുഡ് ഡ്രിങ്ക് സം വാട്ടർ. ഹിയർ ഹാവ് സം ഓഫ് മൈൻ. ഹിയർ ഹാവ് സം ഓഫ് മൈൻ. ദിസ് ഹീറ്റ് ഈസ് മേക്കിംഗ് മീ സോ ലെതർജിക്. ഈ മേക്കിന്റെ ഉപയോഗമൊക്കെ ഞാൻ പഠിപ്പിച്ചു തന്നതാണ് കേട്ടോ. ദിസ് ഹീറ്റ് ഈസ് മേക്കിംഗ് മീ സോ ലെതർജിക്. ലെതർജിക് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഈ ചൂടൊക്കെ കൂടി കഴിയുമ്പോൾ ഉറക്കമൊക്കെ വരില്ലേ, നമ്മൾ തളർത്തിക്കളയും അല്ലേ, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ ചൂടൊക്കെ കൂടുമ്പോൾ. ദാറ്റ് ഈസ് ലെതർജിക്. നമുക്ക് ഉറക്കം വരികയാണോ, മടി പിടിക്കുകയാണോ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇങ്ങനെ അതിനെയാണ് തളർത്തിക്കളയുന്ന ഒരു അവസ്ഥയ്ക്കാണ് ലെതർജിക് എന്ന് പറഞ്ഞത്. ദിസ് ഹീറ്റ് ഈസ് മേക്കിംഗ് മീ സോ ലെതർജിക്. ഈ ചൂട് എന്നെ വല്ലാതെ തളർത്തിക്കളയാണ് എന്നെ. ദിസ് ഹീറ്റ് ഈസ് മേക്കിംഗ് മീ സോ ലെതർ. ഇത് നിങ്ങൾ പറഞ്ഞു പഠിക്കണം കേട്ടോ. ദിസ് ഹീറ്റ് ഈസ് മേക്കിംഗ് മീ സോ ലെതർജിക്. എനിക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം വരുത്തുകയാണ്, എനിക്ക് ഭയങ്കര മേലായികയാണ്. ദിസ് ഹീറ്റ് ഈസ് മേക്കിംഗ് മീ സോ ലെതർജിക്. അപ്പൊ അത് കേട്ടുകൊണ്ടിരിക്കുന്ന ആള് പറയാണ്, ഐ ഫീൽ ലൈക്ക് ഡൂയിങ് നത്തിങ് ബട്ട് ലൈയിങ് ഇൻ ദ ഷാഡോ. ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, എവിടെയെങ്കിലും തണലത്ത് കിടക്കാനാണ് തോന്നുന്നത്. ഐ ഫീൽ ലൈക്ക് ഡൂയിങ് നത്തിങ്. ഒന്നും ചെയ്യാൻ തോന്നില്ല, ബട്ട് ലൈയിങ് ഇൻ ദ ഷാഡോ. ഷാഡോ എന്ന് പറഞ്ഞാൽ എന്താ? തണൽ അല്ലെ. എന്തെങ്കിലും ഒരു ഷാഡോ എന്ന് പറയുമ്പോൾ നമ്മൾ നിഴലിൽ നിന്ന് മാത്രമല്ല അല്ല അർത്ഥം. ഷാഡോ എന്ന് പറയുമ്പോൾ തണലും. ഐ ഫീൽ ലൈക്ക് ഡൂയിങ് നത്തിങ് ബട്ട് ലൈയിങ് ഇൻ ദ ഷാഡോ. എന്തെങ്കിലും ഒരു തണലത്ത് കിടക്കാനാണ് തോന്നുന്നത്. ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ദ മൺസൂൺ റെയിൻ. ഇപ്പൊ എല്ലാവരും ഈഗർലി വെയിറ്റിംഗ് എന്തിനു വേണ്ടിയിട്ടാണ്? ലുക്കിംഗ് ഫോർവേഡ് ടു ദ മൺസൂൺ റെയിൻ. മഴക്കാലത്തിന് വേണ്ടി. ഒരു മഴയൊന്ന് കിട്ടിയിരുന്നെങ്കിൽ നാശിക്കുകയാണ്. ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ദ മൺസൂൺ റെയിൻ. മീ ടു. ഞാനും. ലെറ്റ്സ് സ്റ്റേ ഇൻഡോർ ആൻഡ് വാച്ച് എ മൂവി. നമുക്ക് അകത്തിരിക്കാം, ഒരു സിനിമ കാണാം. കാരണം എന്താണ്? ലെതർജിക്കാണ്. സോ ലെറ്റ്സ് സ്റ്റേ ഇൻഡോർ ആൻഡ് വാച്ച് എ മൂവി. ഒരു സിനിമ കാണാം. ഗ്രേറ്റ് ഐഡിയ. ഐ എം ടു ടയേർഡ്. ഭയങ്കരമായിട്ട് മടുത്തു. ടു ഗോ എനിവേ. എന്നെ കൊണ്ട് ഇനി എവിടെ പോകാനൊന്നും പറ്റത്തൊന്നുമില്ല, എങ്ങോട്ടും പോകാൻ എനിക്ക് പറ്റത്തില്ല, ഞാൻ ഭയങ്കര ക്ഷീണിതനാണ്, വെയിൽ കാരണമേ. ഐ എം ടു ടയേർഡ്. ഞാൻ ഭയങ്കര ക്ഷീണിതനാണ്. ടു ഗോ എനിവേ. ഈ ടൂവിന്റെ ഉപയോഗവും നമ്മൾ പഠിച്ചു കഴിഞ്ഞ ഒരു കാര്യമാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ക്ലാസ്സുകൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? നമ്മളെല്ലാം തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതുമായ കാര്യമാണ്. അപ്പൊ നമ്മുടെ മൈ ഇംഗ്ലീഷ് എന്ന ഈ ചാനൽ എടുക്കുക. ചാനൽ എടുത്തിട്ട് ആദ്യം മുതൽ തന്നെ നിങ്ങൾ കേട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. ദെൻ ദ നൈറ്റ്സ് ആർ സോ വാം ടു. അല്ലെ, ഇപ്പോൾ രാത്രിയും എന്താണ്? ഭയങ്കര ചൂടാ. AC ഇട്ടാൽ പോലും നമുക്ക് പറ്റത്തില്ലാത്തൊരവസ്ഥയാണ്. ദ നൈറ്റ്സ് ആർ സോ വാം ടു. രാത്രിയിലും ഭയങ്കര ചൂടാണ്. യെസ്, ശരിയാണത്. It's hard to sleep sometimes. It's hard to sleep sometimes. ചില സമയത്ത് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. This heat is making me so lethargic. This heat is making me so lethargic. I feel like doing nothing but lying in the shadow. I'm looking forward to the monsoon rain. Me too. Let's stay indoor and watch a movie. Great idea. I'm too tired to go anywhere. The nights are so warm too. Yes, it's hard to sleep sometimes. അപ്പൊ ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, ഇതൊക്കെ കാണാതെ പഠിക്കുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എടുക്കുക. ചാനലിന്റെ ആദ്യം മുതലേ തന്നെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കണ്ടു തുടങ്ങണം കേട്ടോ. വളരെ കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ ക്ലാസ്സുകൾ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ കാണണം. കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഒക്കെ ചെയ്യണം. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യേണ്ട ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾ അത് ചെയ്യുമ്പോൾ എൻ്റെ ഇവിടെ നമ്പർ കൂടും. അതോടൊപ്പം തന്നെ എനിക്ക് നിങ്ങൾ തരുന്ന ഒരു വലിയ എന്താ പറയുക, ഒരു അവാർഡ് പോലെ എനിക്കത് സ്വീകരിക്കാനേ കഴിയും. കാര്യം എന്നെ നിങ്ങൾ കാണുന്നുണ്ട്, എന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് നിങ്ങളത് സബ്സ്ക്രിപ്ഷൻ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുക. അതുകൊണ്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകേണ്ട, അഭിപ്രായങ്ങൾ അറിയിക്കുക, എന്നെ നന്നായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ കുറേ സെൻറ്റൻസുകൾ നമ്മുടെ സമ്മർ സീസണിൽ പറഞ്ഞു പഠിക്കണം. പ്ലസ് നിങ്ങൾ എപ്പോഴും പറയുന്ന സമ്മർ സീസണിൽ പറയുന്ന കുറച്ച് സെൻറ്റൻസുകൾ ഉണ്ടാവുമല്ലോ, പെട്ടെന്ന് തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ കൊടുക്കുക. കാര്യം
ഇതുകൂടാതെയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പറയുമ്പോൾ അത് മറ്റുള്ളവർക്കും കൂടെ പറയാം. അപ്പൊ നിങ്ങൾക്കറിയുന്ന സെന്റൻസുകൾ കമന്റ് ബോക്സിൽ പെട്ടെന്ന് കൊടുക്കുക കേട്ടോ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. സ്കൂളിന്റെ അവധിയാണ് വരാൻ പോകുന്നത്. അപ്പോ നമ്മൾ ഉടൻ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് തുടങ്ങുകയാണ്. താല്പര്യമുള്ള, നമ്മൾ അധികം കുട്ടികളെ ക്ലാസ്സുകളിലേക്ക് എടുക്കില്ല. അതുകൊണ്ട് താല്പര്യമുള്ള പാരൻസ് ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഡേറ്റ് എന്നാണ് ഞാൻ നിങ്ങളെ പിന്നീട് അറിയിക്കുന്നതാണ്. പെട്ടെന്ന് തന്നെ ഈ നമ്പറിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങുക. ഓക്കെ, കുഞ്ഞു കുട്ടികൾക്ക് ഇല്ല കേട്ടോ, 5ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്കാണ് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. യെസ്. പിന്നെ മറ്റൊന്ന്, നമ്മൾ ജയമ്മ ട്യൂഷൻ പോയിന്റ് ഉണ്ട്. കുട്ടികൾക്ക് ട്യൂഷൻ ക്ലാസ്സുകൾ അത്യാവശ്യമാണ് ഇന്നത്തെ കാലത്ത്. അതുകൊണ്ട് അങ്ങനെ ക്ലാസ്സുകൾ ആവശ്യമുള്ളവരുണ്ട് എങ്കിൽ ഏത് സിലബസും ആയിക്കോട്ടെ ഈ നമ്പറിൽ തന്നെ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം. പ്ലസ് ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ട് എങ്കിൽ സംസാരിച്ച് പഠിക്കാം, പേഴ്സണലായിട്ട് തന്നെ ഇതേ നമ്പറിൽ തന്നെ കോണ്ടാക്ട് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.